ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നേ പറ കിഫ് എന്ന് പറഞ്ഞിട്ട് കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന ഒരു പരിപാടി. യെസ്, അപ്പം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ സ്റ്റോളും ഇവിടെ ഉണ്ട് മൈക്കാറിന്റെ. അപ്പൊ ഞങ്ങള് മൈക്കാറിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റായിട്ട് വന്ന അപ്പൊ നമുക്ക് കാണാം. ഇതാണ് പുറത്തെ വ്യൂ. ആക്ച്വലി രാവിലെ തൊട്ട് വീഡിയോ എടുക്കണം എന്ന് വെച്ചാൽ ഒന്നും നടന്നില്ല. അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോയും ഫോട്ടോ എല്ലാം എടുത്തു. ഇവിടുന്ന് കുറേ ഫോട്ടോ, നമ്മളെ ഓഫീസിനേക്ക് വേണ്ട വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്ത് എല്ലാം സെറ്റായി. ഫുഡ് കഴിച്ചു. ഇതൊന്നും എടുത്തിട്ടില്ല അല്ലെ? കുറെ വീഡിയോ നമുക്ക് മിസ്സായി പോയി. ധ്യാൻ വന്നു, ധ്യാൻ ശ്രീനിവാസ് വന്നു, അതിന്റെ ക്ലിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നല്ല പരിപാടിയാ, അടിപൊളി പരിപാടി. ഇന്നും നാളെയും ഉണ്ട്, നാളെയും കൂടെ ഉണ്ട്. അതുപോലെ ഞങ്ങളെ കൂടെയുള്ള ആൾക്കാരൊന്നും ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ഞാൻ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്ന അവരൊന്ന് തപ്പി പിടിക്കട്ടെ ഗൈസ്. അപ്പൊ ഈ ഡോർ തുറന്ന ഇപ്പൊ എങ്ങനെ, ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ പോയാലാണ് നമ്മളെ സ്റ്റോളുള്ളത്. ഇവിടെ റോബോട്ടൊക്കെ ഉണ്ട്. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോ ഒരു വീഡിയോ മൈക്കിന് വേണ്ടി ഷൂട്ട് ചെയ്യണേ. ഞങ്ങളെ HR. ഹായ് HR. ഹായ് ഗൈസ്, പറഞ്ഞോ. ഹായ് ഗൈസ്. ഞാൻ കണ്ടിട്ട് ഇത്ര നേരം തപ്പിയ ആൾക്കാരെല്ലാം കണ്ട്. എന്തെങ്കിലും പറ, ഇന്നോവേഷനെ പറ്റി എന്താ പറയാനുള്ള? ഇത് വളരെ ഒരു ഇതാണ്. ഇതിൽ ഒരുപാട് അതുണ്ട്. അടിപൊളി ഇവന്റ് ആണ്. ഒരുപാട് മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ 200 ദിവസം ഇവന്റ് ഉണ്ട്. We are expecting more to enjoying lot of things tomorrow. Yes. We are waiting for an event pali illa. ഞാൻ ഓൾമോസ്റ്റ് came here. ഏതോ சொன்னாங்க அவங்க வந்தாரு. Next waiting for Nivin. ఇది కేరళ స్టార్టప్ కూడా చిట్టి. ஆமா ஏன் சொல்லுங்க. ഹായ് ഗൈസ്, ഹായ് പറഞ്ഞോ. ഹായ് ഹായ്. കണ്ടു പരിചയം. ഗൈസ്, ഇതാണ് ഒരുപാട് സ്റ്റോളുകളുണ്ട് ഇവിടെയൊക്കെ. ഇങ്ങനെ ഇവിടെയൊക്കെ തൊട്ട് സ്റ്റോളുകളാണ്. ഇവിടെ അതിലൊരു സ്റ്റോളാണ് നമ്മളത്, മൈക്കേറിന്റെ സ്റ്റോൾ. ഞാൻ ഉച്ചവരെ ഇവിടെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. നമ്മൾ വേണമെങ്കിൽ ഇവിടെ വന്ന ആൾക്കാർക്ക് കുറച്ച് വെള്ളവും കൂടെ കൊടുക്കും. വെള്ളം. ഇവനാണ് ഇതിന്റെ മെയിൻ ആളെന്ന് തോന്നുന്നു. ഇവന്റെ അഹങ്കാരം കണ്ടുവയ്ക്കും ഇവനാ മെയിൻ ആള്. പക്ഷെ ഇവൻ ആരുമല്ല. അമൃത ചേച്ചി ഒരു ഹായ് പറയോ? ഗൈസ്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം അരുൺ ചേട്ടനാണ്. അരുൺ ചേട്ടനാണ് ഞങ്ങൾ മീഡിയ ഹെഡ്. അപ്പൊ അരുൺ ചേട്ടനാണ് എല്ലാം. ഗൂഗിൾ പേ ടിങ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ കിട്ടി. ഇതാണ് നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്നോവേഷൻ ഫെസ്റ്റ്. ഇപ്പോൾ സമാപ്തിയായിട്ട് അടുക്കുന്നു. ഇനി നാളെയും കൂടെ ഉണ്ടാവും. ഇന്നത്തെ കഴിയാം, ഒരു 6 മണിയാകുമ്പോഴേക്ക് കഴിയും. ഇങ്ങനത്തെ ഒരു സാധനം കിട്ടി അല്ലേ? ഗൈസ്, ഇപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നതാണ്. ഇവിടെ ഇപ്പോൾ ഷവർമ ഉണ്ട്. ചായ വേണ്ട.
ഹായ്, ഒരു ഹായ് പറഞ്ഞോ, ഒരു ഹായ് പറഞ്ഞോ, കുഴപ്പമില്ല. ഹായ്, എല്ലാരും ഉണ്ട്. ഇതാണ് നമ്മുടെ ചായ മാത്രമേ ഉള്ളൂ. ഗൈസ് കുടിച്ചോ. ഗൈസ്, ഏഞ്ചൽ ചായ ഊതി കുടിക്കുക. ചൂടുണ്ട് ഏഞ്ചൽ? ഓ ചൂടുണ്ട്. അമ്മ ചേച്ചി ചൂടുണ്ടോ? നല്ല ചൂടുണ്ട്. ഫഹദ്, ഭാസ്കർ, ഹായ്. ഭാസ്കർ സർ, ദിസ് ഈസ് അവർ ഭാസ്കർ സർ. ഗൈസ്, ഡ്രോൺ ഷോ ഒന്ന് കാണുന്നില്ല. because it's post exhaustive and or the waste to energy. Very illustrious career from IIT and then gone into making solar boats. So that's also another interesting aspect. ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ ലൈഫിൽ രാവിലെ എഴുന്നേറ്റ് എനിക്ക് അമ്മമാരെ കാണുകയാണെങ്കിൽ അമ്മമാർക്ക് എന്തെങ്കിലും മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് പറയുന്നത് അങ്ങനെ നല്ല ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടാവുന്ന സ്ത്രീകളായിരിക്കണം കൂടുതൽ എന്നുള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ എനിക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പെൺകുട്ടികളുണ്ട്. ഇതാണ് ഞങ്ങളുടെ ക്യാമറമാൻ, അത് ഞങ്ങളുടെ ഡയറക്ടർ, ഞങ്ങളെ എല്ലാ വീഡിയോ ഡയറക്ട് ചെയ്യുന്ന ചേട്ടൻ. ഹായ് ഗൈസ്, ഞാൻ വീഡിയോ എടുത്ത് താളാണ്. അരുണ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് തളർന്നു. ഇനിയുണ്ട് വീഡിയോ എടുക്കാം. ഒരു തന്നെ ഫോൺ ചാർജ് ഇല്ല, അമ്മ കുത്തിയിടാൻ പോയിക്കാം. ഇനി എത്ര സമയം കഴിഞ്ഞ വരാ? ഫോട്ടോഷൂട്ടാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ മോഡൽ, ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. ഓളിനോളാണ്, മൈക്കറിൻ്റെ ഓളിനോളാണ് നമ്മുടെ അരുൺചേട്ടൻ. ഏത് എന്താ പറയാ, നമ്മുടെ ഏതൊരു കാര്യത്തിലും എല്ലാത്തിനും കൈകൾ കടത്തുന്ന ആളാണ് നമ്മളെ അരുൺചേട്ടൻ്റെ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു ക്രിയേറ്റിവിറ്റി ഇവിടെ കഴിഞ്ഞു. ഇവന് ഫോട്ടോ എടുത്തു, ഇവൻ ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏത് പോസ്റ്റ് ഇടണം, ഏത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടണം എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രേ ഉള്ളൂ. ഞാനും കുറേ ഫോട്ടോ എടുത്തു, പക്ഷെ ഒന്നും വരെ കിട്ടിയിട്ടില്ല, ഒരു ഗുമ്മ് കിട്ടിയില്ല. പിന്നെ എൻ്റെ കൂടെ നേരത്തെ വരെ ഏഞ്ചൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏഞ്ചലിനെ കാണുന്നില്ല, എവിടെയുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏഞ്ചൽ മിസ്സായി. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഏഞ്ചലിനെ പോയി കണ്ടുപിടിക്കണം. പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ അത് കൂടെ വീഡിയോ എടുക്കും, എന്നിട്ട് നേരെ പോകണം. നാളെയും കൂടെ ഉണ്ട്. കൂടെ കഴിഞ്ഞാൽ ഇനി സൺഡേ. അപ്പം നമ്മൾ സൺഡേ റെസ്റ്റ് ചെയ്യും, തിങ്കളാഴ്ച പിന്നെയും ഓഫീസിൽ പോകും. ഞങ്ങളിപ്പം റെക്കോർഡ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ അതിനൊക്കെ ഡബ് ചെയ്യണം. ഡബ്ബാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതെനിക്ക് ഒട്ടും പറ്റാത്ത സാധനമാണ് ഈ ഡബ്ബിങ്. ഇപ്പം എനിക്ക് നല്ലോണം അരുൺചേട്ടൻ ചീത്ത കിട്ടും. ഡബ് ചെയ്യാൻ இன்னொரு ஷாட் ஒன்னு இருக்கு. டைரக்டர் பெரியவன் தலைவன். சோ இவங்க டைரக்ட் பண்ணும்போது எல்லா மூவியும் 100 crores அப்புறம் தான் வந்திருக்கு. இல்ல வேற மியூசிக் போட்டா போதும். லாஸ்ட் மூவி நேம் என்ன தெரியுமா? இவங்களோட லாஸ்ட் மூவி என்ன தெரியுமா? வாய்மொழி. அதான் லாஸ்ட் மூவி நேம். അതോടെ ഡബിങ് അനുപ്പി. ഞങ്ങൾ B2-ല് എന്തൊക്കെ കാണാനുണ്ടെന്നുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ് ഞാൻ ഫാദും. വാവ്, എന്ത് ക്രിയേറ്റിവിറ്റി! ഞങ്ങളുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റികൾ കണ്ടോ. ഇവൻ ഓവറാക്കുന്നത്, ഇവനൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പൊ ഫാദ് നമുക്ക് എല്ലാം കാണിച്ചു തരുന്നതാണ്. ഫാദ് കാണിച്ചു. ഓക്കെ, ഷുവർ. ഇത് റോബോട്ടിക്സ് എടാ. ഹലോ, Bio-toilet. Yeah. We can use anyway. We can use as a toilet. അറിഞ്ഞൂടാ, എന്നാൽ ഓവറാക്കുന്നതിന് ഒരു കുറവില്ലായിരുന്നു. കഴിഞ്ഞടാ ഗൈസ്. പീകോക്ക് ഡിസൈൻ നമ്മളെ ഗെയിമൊക്കെ ഉണ്ട്. ഇത് അറിയുന്ന ആരോ പോലെ ഉണ്ടാവും, ഞങ്ങളെ മൈക്കറിൽ ആരോ.
ഇതുണ്ടോ ഓ സൂപ്പർ. സത്യം പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷെ എന്നാലും എന്തൊക്കെയുണ്ട് വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിക്ക് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഗൈസ് ഇപ്പം ഞങ്ങൾ പ്രോഗ്രാം കാണാൻ പോവാണ്. ഹായ് ഗൈസ്, അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും ഭയങ്കര ടയേർഡായി. ഇപ്പം ഞാൻ നേരെ റൂമിലേക്ക് പോകും. ഏഞ്ചലും ഫസീലയും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് പറയണം. അവിടെ കാരണം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയും ബൈ.